ഹലോ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളെ എംബ്രോയിഡറി ക്ലാസ്സിന്റെ 20ാമത്തെ ക്ലാസ് ആണ്. അപ്പം കഴിഞ്ഞ 19 ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാല് വീവിങ് സ്റ്റിച്ച് ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് കൂടിയാണ് കേട്ടോ ഈ ഒരു വീവിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഫില്ലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഡ്രസ്സിങ്ങാനും ചെറിയ ഹോള് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാനിവിടെ വീവിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലീഫാണ് വരക്കുന്നത്. ലീഫിന്റെ ഷേപ്പ് ഇല്ലേ, ആ ഒരു ലീഫിന്റെ ഷേപ്പാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടോ സ്ക്വയറോ എന്ത് വേണമെങ്കിലും വരക്കാം കേട്ടോ. ഈ ഒരു വീവ് സ്റ്റിച്ച് ഫില്ലിംഗ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും കറയോ അല്ലെങ്കിൽ ഹോളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൽ വീവ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ഹോളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആ ഒരു ഡ്രസ്സിലായ കറയോ നമുക്ക് മറച്ചു വെക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വീവ് സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളർ ത്രെഡ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു 2 കളർ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സെയിം കളറിലും ചെയ്യാം. പക്ഷെ ആ ഒരു 2 കളർ കോമ്പിനേഷനിൽ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഭംഗി തോന്നിക്കല്. അപ്പൊ ഇതുപോലെ 2 കളർ ത്രെഡ് എടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ അതിലൊരു കളർ എടുത്തിട്ട് നമ്മുടെ സൂചിയിൽ ഇതുപോലെ ഇട്ടിട്ട് കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു സൂചി താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു താഴത്തെ ആ ഒരു കോർണറിലായിട്ട് ഇതുപോലെ ഒന്ന് താഴേക്ക് നമ്മുടെ സൂചി ഇറക്കി കൊടുക്കാം. ഇതുപോലെ എന്നിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റിച്ച് ആദ്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് അതിന് തൊട്ട് ഇപ്പറായിട്ട്, അതായത് ചെറിയൊരു ഗ്യാപ്പ് വെക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അതിന് തൊട്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് താഴേക്ക് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു പെറ്റല് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം വീഡിയോ ശ്രദ്ധിച്ച് കാണാം, എന്നിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പൊ വീണ്ടും താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ സൂചി എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, താഴേക്ക് കുത്തി കൊടുക്കാം. അപ്പൊ ഈ ഒരു സൈഡ് ഫിൽ ചെയ്ത ശേഷം നമുക്ക് ഇനി ഈ ഒരു സൈഡും കൂടി ഒന്ന് ഫിൽ ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ സെയിം രീതി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു ഷേപ്പ് ഫുള്ളായിട്ട് ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് പോയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഞാനിവിടെ നമ്മുടെ ആ ഒരു സൂചിയിലായിട്ട് ആ ഒരു ചോപ്പ് നൂല് ഇതുപോലെ ഇൻസേർട്ട് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ ആ ഒരു ഹൊറിസോണ്ടൽ ചെയ്തില്ലേ അതിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു സൂചി താഴ്ന്ന് മുകളിലേക്ക് ഇതുപോലെ എടുക്കുക കേട്ടോ. എടുത്ത ശേഷം ഇനി പറയുന്ന കാര്യം നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് എളുപ്പത്തിൽ തന്നെ വീവിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊന്ന് ചെയ്തു കൊടുക്കാം. അപ്പൊ ആദ്യത്തെ ആ ഒരു നൂലിന്റെ മുകളിലൂടെ പോയിട്ട് രണ്ടാമത്തെ നൂലിന്റെ അടിയിലായിട്ട് മൂന്നാമത്തെ നൂലിന്റെ മുകളിലായി നാലാമത്തെ നൂലിന്റെ അടിയിലായി ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു ലാസ്റ്റ് നൂലിന്റെ മുകളിലൂടെ എത്തിയ ശേഷം എന്ത് ചെയ്യാ, നമ്മള് താഴേക്ക് ഇതുപോലെ നമ്മുടെ സൂചി എന്ത് ചെയ്യാ, കുത്തി കൊടുക്കേട്ടാ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മുകളിലത്തെ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ രണ്ടാമതായിട്ട് സൂചി പുറത്തേക്ക് എടുക്കേണ്ടത് ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ആ ഒരു സൂചി ഇതുപോലെ പുറത്തേക്ക് എടുത്ത ശേഷം നമ്മുടെ തൊട്ട് മുകളിൽ നമ്മുടെ ആ ഒരു ചുവപ്പ് നൂലിന്, അതായത് ആ ഒരു ബ്രൗണിന്റെ മുകളിലായതുകൊണ്ട് നമ്മുടെ ഈ ഒരു ബ്രൗൺ കളർ നൂലിന്റെ അടിയിലായിട്ട് വേണം നമ്മുടെ സൂചി ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുകളിലും അടിയിലായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കേട്ടാം. അപ്പൊ ഇടയ്ക്കൊരു കോള് വന്നിട്ട് ആ ഒരു വീഡിയോ എടുത്ത ഭാഗം കുറച്ചൊന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല, അത് പിന്നീടാണ് ഞാൻ കണ്ടത്. അപ്പം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കേട്ടാ. നമ്മൾ ആ ഒരു സൂചി ഇതുപോലെ തിരിച്ചിട്ട് നമ്മൾ ആ ഒരു നൂലിന്റെ ഇടയിലൂടെ കയറ്റുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് കയറ്റാൻ പറ്റും കേട്ടാ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു സൂചി ചെറുതായിട്ട് നൂലിലൊക്കെ കൊളത്തിയിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് പണിയായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ആ ഒരു മുകളിൽ അടിയിലൂടെ ആക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ സൂചി തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ. കുറച്ചും കൂടി ഒന്ന് എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇതുപോലെ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മുകളിലത്തെ സൈഡും കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കേട്ടാം. സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു മുകൾ ഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു വീവിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ഡ്രസ്സിലോ കാര്യങ്ങളിലോ ഹോള് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതുപോലത്തെ ഞാൻ കുറച്ചൊന്ന് സ്പേസ് വിട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കുറച്ച് അടുപ്പിച്ചും കൂടി ചെയ്തതിനാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.